blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകളിലൂടെ എല്ലാ വ്യക്തികളെയും ഭവനങ്ങളെയും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് ചുരിയും. വലിയ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മേരി എബ്രഹാം ഫ്രം ബാംഗ്ലൂർ. ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്നത്തെ സ്പോൺസറായ മേരി എബ്രഹാമിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, തൻ്റെ ആരോഗ്യത്തിനായി, ആത്മീയ ജീവിതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ രേണുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു വിവാഹ ജീവിതം, നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകേണ്ടതിനായി കർത്താവ് ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മകൻ ജേക്കബിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈഫ് പ്രീതിയെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. റിയയെയും രജിത്തിനെയും കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ സ്റ്റഡീസ്, അവരുടെ ഫ്യൂച്ചർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. സകല നന്മകളാലും അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു മേരി എബ്രഹാം ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവിൻ്റെ ധാരാളമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. ഇന്ന് നമ്മൾ ഒരു പുതിയ സന്ദേശ പരമ്പര ആരംഭിക്കുകയാണ്. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ടു ഗിവ് യു ദിസ് മെസ്സേജ് സീരീസ്. ഒത്തിരി നാളായി ഉള്ളിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒന്നാണ്. അമേസിങ് ഗ്രേസ്, അതിശയകരമായ കൃപ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ, വേണമെങ്കിൽ അവിശ്വസനീയമായ കൃപ. കൃപ എന്നുള്ള വാക്ക് ഒത്തിരി ക്രിസ്ത്യൻ സർക്കിൾസിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വാക്ക് ഉപയോഗിക്കുകയും പ്രസംഗിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന അനേകരുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഇപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. അമേസിങ് ഗ്രേസ്, അത്ഭുതകരമായ, അതിശയകരമായ, ആശ്ചര്യകരമായ, അവിശ്വസനീയമായ ദൈവത്തിൻ്റെ കൃപ. ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, GRACE, ഗ്രേസ് എന്ന ഇംഗ്ലീഷ് വാക്കിനെ എക്സ്പാൻഡ് ചെയ്ത്, അതിൽ ഓരോ അക്ഷരങ്ങളും എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്: ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ്സ് എക്സ്പെൻസ്. ദാറ്റ് ഈസ് ഗ്രേസ്. GRACE, G, ഗോഡ്സ്, R, riches, A, at, C, Christ, E, expense. God's riches at Christ's expense. ക്രിസ്തുവിൻ്റെ ചെലവിൽ ദൈവത്തിൻ്റെ മഹിമാധനം നമുക്ക് ലഭിക്കും. അതാണ് ദൈവത്തിൻ്റെ കൃപ. ദാറ്റ് ഈസ് റിയലി മീനിങ് ഫുൾ.
എന്നാൽ പൊതുവെ എന്താണ് കൃപ എന്ന് ചോദിച്ചാൽ, പൊതുവേ ക്രിസ്ത്യൻ സർക്കിൾസിൽ നൽകപ്പെടുന്ന ഒരു നിർവചനം, ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗോഡ്സ് അൺമെറിറ്റഡ് ഫേവർ. ദൈവത്തിൻ്റെ അർഹതയില്ലാത്ത സ്ഥാനത്ത് നൽകപ്പെടുന്ന ഒരു പ്രീതി, അനുകൂലത. നമുക്ക് ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കാരുണ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുകൂലത, പ്രീതി, ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് കൃപ എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്തൊരു വാക്യം വായിക്കാം. എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിൾ പോലും ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കണം. ബ്ലെസ്സിംഗ് ടുഡേ പ്രേയർ ലൈനിൽ വിളിച്ച് നിങ്ങളുടെ പേരും മേൽവിലാസവും നൽകിയാൽ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും തികച്ചും സൗജന്യമായി ഒരു ഗിഫ്റ്റായി നിങ്ങൾക്കൊരു ബൈബിൾ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്ക് എഫീസ് ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും വായിക്കാൻ തോന്നുന്നു. ഇറ്റ് ഈസ് സോ അമേസിങ്. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങളല്ല കാരണം, ദൈവത്തിൻ്റെ ദാനമത്രേ, ആരും അഹങ്കരിക്കാതിരിപ്പാൻ അത് പ്രവൃത്തികളാൽ ലഭിച്ചതുമല്ല. വളരെ 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 അതിശയകരമായ ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ചത്. നമുക്ക് ലഭിച്ച രക്ഷ, നിത്യജീവൻ, മനുഷ്യന് ദൈവം നൽകുന്ന ഇറ്റേണൽ സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യൂർലി ബൈ ഹിസ് ഗ്രേസ്. പ്രവൃത്തികളാൽ അല്ല അത് ലഭിക്കുന്നത്. മനുഷ്യനതിൽ പങ്കില്ല. അത് മുഴുവനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്ര മാത്രമല്ല, വിശ്വാസത്താൽ നാം അതിനെ സ്വീകരിച്ചാൽ മാത്രം മതി. ഇതാണ് കൃപയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ തെളിയിക്കുവാൻ, അതിനെ ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു പിതാവിന് ഒരു മകളുണ്ടായിരുന്നു, ഏക മകൾ. ഈ മകളെ ഒരു യുവാവ് ആക്രമിക്കുകയും അവളെ കൊല്ലുകയും ചെയ്തു. ആകെ ഉണ്ടായിരുന്ന മകൾ. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി പല കാര്യങ്ങൾ ചെയ്യാം. ആ യുവാവിനെ വേണമെങ്കിൽ കൊന്നുകളയാം, കാരണം ഏക മകളെയാണ് കൊന്നത്. 2, ഈ യുവാവിനെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് അവന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. എന്നാൽ ഇത് രണ്ടും ചെയ്യാതെ ആ പിതാവ് ആ യുവാവിനെ അരികിൽ വിളിച്ച് അവനോട് ക്ഷമിക്കുക മാത്രമല്ല, ഇനി എനിക്ക് മകനുമില്ല മകളുമില്ല, നീ എൻ്റെ മകനായി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പാപങ്ങൾ അവനോട് ക്ഷമിച്ച് അവനെ സ്നേഹിച്ച് തൻ്റെ മകനായി ദത്തെടുത്താൽ എങ്ങനെയിരിക്കും? ഇതാണ് ദൈവം നമ്മോട് ചെയ്തത്. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നമ്മളെല്ലാവരും പാപം ചെയ്തു. നമ്മളെ എന്നും എന്നേക്കുമായി നശിപ്പിച്ചു കളയാം, നിത്യനാശത്തിലേക്ക് നമ്മളെ വിടാം. 2, ദൈവിക കോടതിയുടെ മുൻപാകെ ദൈവത്തിൻ്റെ ന്യായമനുസരിച്ച്, ന്യായപ്രമാണമനുസരിച്ച് നമ്മളെ വിധിച്ച് നീക്കം ചെയ്യാം. ഇത് രണ്ടും ചെയ്യാതെ ദൈവം നമ്മോട് ചെയ്തത്, ഏക മകളെ കൊന്ന ആ യുവാവിനെ സ്വന്തം മകനായി ദത്തെടുത്തതുപോലെ ദൈവം നമ്മെ സ്നേഹിച്ച് സകല പാപങ്ങളും ക്ഷമിച്ച് തൻ്റെ മക്കളാക്കി തീർത്തു. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദ സേവിങ് ഗ്രേസ് ആൻഡ് ദ സസ്റ്റെയിനിങ് ഗ്രേസ്. നമ്മെ രക്ഷിക്കുന്ന കൃപ, നമ്മെ നിലനിർത്തുന്ന കൃപ. ഇത് രണ്ടും ദൈവത്തിൻ്റെ കൃപയാണ്. ഒത്തിരി പേർക്കൊരു കൺഫ്യൂഷനുണ്ട്. ഓക്കെ, കൃപയാൽ എനിക്ക് രക്ഷപ്പെടാം, കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം കർത്താവ് എന്നോട് ക്ഷമിച്ചു,
ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു. പക്ഷേ ഈ കിട്ടിയ കൃപ അല്ലെങ്കിൽ കിട്ടിയ ഈ രക്ഷ എങ്ങനെ ഞാൻ കൊണ്ടു നടക്കും? ഞാൻ പാപത്തിൽ വീണു പോകുമോ? പ്രലോഭനത്തിൽ വീണു പോകുമോ? അവസാനം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുമോ? ഇതിനിടയിൽ ഞാൻ പിന്മാറിപ്പോകുമോ? എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുമോ? ഒന്നൊക്കെയുള്ളൊരു ഭയങ്കരമായ ഭയം പലരുടെ അകത്തുണ്ട്. അതിൻ്റെ കാരണം അജ്ഞതയാണ്. ബൈബിൾ കാണിച്ചു തരുന്ന ദൈവകൃപ അതിന് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു, സേവിങ് ഗ്രേസ് അഥവാ നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. നമ്മുടെ രക്ഷ പ്രവർത്തികളാൽ അല്ല, പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തികൾ, സൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ടല്ല നമുക്ക് രക്ഷ ലഭിക്കുന്നത്, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. പകരം ആരും അഹങ്കരിക്കാതിരിക്കുവാൻ മനുഷ്യരുടെ പ്രവർത്തികളാൽ അല്ല ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ സ്വന്തം മകളെ കൊന്നുകളഞ്ഞ യുവാവിനെ ക്ഷമിച്ച് സ്വന്തം മകനെ പോലെ സ്വീകരിച്ച് സകല അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്ത് സ്നേഹിച്ച് സ്വീകരിച്ചതുപോലെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല പരാജയങ്ങളും തെറ്റുകളും പാപങ്ങളും കർത്താവ് നമ്മോട് ക്ഷമിച്ച് അവൻ നമ്മെ സ്വന്തം മക്കളാക്കി തീർത്ത് അവൻ്റെ അനുഗ്രഹങ്ങളും പ്രതിഫലവും അവകാശവും എല്ലാം നമുക്ക് തരിക. ഇങ്ങനെയാണ് നാം രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്, ദ സേവിങ് ഗ്രേസ്. എന്നാൽ സസ്റ്റെയിനിങ് ഗ്രേസ് എന്ന് പറയുന്നത് അതിനുശേഷം തുടർന്നുള്ള ജീവിതത്തിൽ, ദിനംതോറുമുള്ള ജീവിതത്തിൽ ഈ രക്ഷയിൽ, ഈ നിത്യജീവനിൽ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള സകലവും നമ്മുടെ മേൽ അവൻ ചൊരിയുന്നു. ഉദാഹരണത്തിന് ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തരുന്നു, സകല സത്യത്തിൽ വഴി നടത്താൻ. ആത്മാവിൻ്റെ ഫലം, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, ഒരു ജയകരമായ ജീവിതം, ഒരു ശുശ്രൂഷ, ഇതെല്ലാം കർത്താവ് നമ്മുടെ മേൽ വീണ്ടും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുക. ജീവിതകാലം മുഴുവൻ നമ്മെ സസ്റ്റെയിൻ ചെയ്യുവാൻ, നിലനിർത്തുവാൻ ദൈവം നമ്മളെ ദിനംതോറും കൃപയിൽ കൊണ്ടു നടക്കുന്നു. ഇത് രണ്ടും ചേരുമ്പോഴാണ് സാക്ഷാൽ ദൈവകൃപയുടെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേവിങ് ഗ്രേസും സസ്റ്റെയിനിങ് ഗ്രേസും, രക്ഷിക്കുന്ന കൃപയും നമ്മെ തുടർന്ന് നിലനിർത്തുന്ന കൃപയും എന്താണെന്ന് വ്യക്തമാക്കാൻ ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണം ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, പാപ്പരായിരിക്കുക, ഒന്നിനും വിശപ്പടക്കാൻ പോലും ഒന്നിനും പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു സുഹൃത്ത് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താക്കോൽ കയ്യിലേക്ക് എടുത്തു തരിക. ഒരു മെർസിഡസ് ബെൻസ് കാർ. ഓർക്കണം, വിശപ്പടക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഗിഫ്റ്റായി കിട്ടിയിരിക്കുന്നത് മെർസിഡസ് ബെൻസ്. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു ഭാഗത്ത് ഭയങ്കര സന്തോഷം, കാരണം സ്വപ്നം കാണാൻ പോലും കഴിയാതിരിക്കുന്ന ഒരു കാര്യം ഗിഫ്റ്റായി സൗജന്യമായി കിട്ടിയിരിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് അടുത്തൊരു ചോദ്യം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഓടിക്കും? ഡ്രൈവിംഗ് അറിയില്ല, ഇതിന് ഇന്ധനം നിറയ്ക്കാൻ വയറ് പട്ടിണിയാണ്, ഇന്ധനം നിറയ്ക്കാൻ കാശില്ല. ഇനി പുതിയൊരു കാറ് ഗിഫ്റ്റായി കിട്ടിക്കഴിയുമ്പോൾ ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ, റോഡ് ടാക്സ്, ഇൻഷുറൻസ്, അതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങിയുള്ള സാധനങ്ങൾ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇത് കിട്ടിയത് ഒരു ശിക്ഷയാണോ എന്ന് വരെ അകത്ത് ചിന്തിച്ചേക്കാം. ആ സമയത്ത് കൂട്ടുകാരൻ പറയുകയാണ്, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഇത് ഗിഫ്റ്റായി ഞാൻ തരുമ്പോൾ തന്നെ ഇതിന് ശേഷം ഇത് കൊണ്ട് നടക്കാൻ ആവശ്യമായ സകലവും ഞാൻ നൽകാൻ പോകുകയാണ്. ഡ്രൈവിംഗ് അറിയില്ലേ? ഡ്രൈവറെ തരാം. കൂടാതെ ഇതിൻ്റെ ഇൻഷുറൻസോ റോഡ് ടാക്സോ അതിൻ്റെ മെയിൻ്റനൻസോ ഫ്യൂൽ എക്സ്പെൻസോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തന്നേക്കാം, അതിനെക്കുറിച്ച് പ്രയാസപ്പെടേണ്ട, നിൻ്റെ പട്ടിണിയും ഞാൻ മാറ്റാം.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുമോ? ഇത് തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. രക്ഷ സൗജന്യമായി, വിലമതിക്കാനാവാത്ത രക്ഷ, നിത്യജീവൻ, നിത്യസ്വർഗം സൗജന്യമായി, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, വിശ്വസിക്കുന്നത് കൊണ്ട്, യേശു കർത്താവ് ചെയ്ത് പൂർത്തിയാക്കിയ രക്ഷാകരമായ പദ്ധതിയിൽ വിശ്വസിച്ച്, രക്ഷകനെ വിശ്വസിച്ച് നിത്യജീവൻ ചുമ്മാ സ്വീകരിക്കുക. എന്നാൽ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് പറയുന്നത്, ഐ എം ഗോയിങ് ടു ഗിവ് യു എ ഡ്രൈവർ ആൻഡ് എ ഗൈഡ്. അവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ ശരിയായ വഴികളിലൂടെ കൊണ്ടുപോയി എത്തേണ്ടിടത്ത് എത്തിച്ചോളും. കൂടാതെ ഇതിനിടയിൽ ആവശ്യമുള്ള സകലവും സപ്ലൈ ചെയ്തേക്കാം. എന്ത് വേണം അതെല്ലാം തന്നേക്കാം. അങ്ങനെ കൃപകളും വരങ്ങളും ആത്മാവിൻ്റെ ഫലവും ജയജീവിതവും സകലവും കർത്താവ് നമുക്ക് തരാൻ അതും കൃപയാലാണ്. ഇതാണ് ദൈവകൃപ എന്നതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇത് ഒത്തിരി പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അനാവശ്യമായ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായി പാടുപെട്ട് ചിലർ കിടന്ന് ഉപവസിച്ച്, ചിലർ കിടന്ന് അരിഷ്ടാവസ്ഥയിലായി. ഉപവാസത്തിന് ഞാൻ എതിരല്ല, പ്രാർത്ഥനയ്ക്ക് ഞാൻ എതിരല്ല, ഞാൻ ഇതെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിലനിൽപ്പിന് വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൃപയാലാണ് സംഭവിക്കുന്നത് എന്നത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഒന്നുകൂടി പറയാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന്, സേവിങ് ഗ്രേസ്, നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. 2, സസ്റ്റെയിനിങ് ഗ്രേസ്, നമ്മെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവച്ച കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും തുടർന്നും ഇന്ന് മുഴുവനും നിങ്ങളത് ധ്യാനിക്കണം. നാളെ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് തന്ന വാക്യങ്ങൾ വായിക്കുക, പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. ഗോഡ് ഈസ് അലൈവ്, ഹിസ് മിറക്കിൾസ് ആർ സ്റ്റിൽ ഹാപ്പനിങ്. ഈ സാക്ഷ്യം, അനുഭവ സാക്ഷ്യം കാണുമ്പോൾ ഓർക്കുക, ഗോഡ് ലവ്സ് യു. The same thing or better things, greater things, the Lord is going to do for you too. ബ്രദർ, ഈ ആന്റിയുടെ പേര് മോളിക്കുട്ടി എന്നാണ്. 2 സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. ഒന്ന്, തന്റെ നട്ടലിന് യേശു കർത്താവ് സൗഖ്യം കൊടുത്തു. രണ്ടാമത്, തനിക്ക് തുടർച്ചയായ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, കഠിനമായ തലവേദന ഉണ്ടായിരുന്നു. അതൊന്നും സൗഖ്യം കൊടുത്തു. ആന്റി പറയുന്നത് ഇതാണ്, 2 വർഷം മുമ്പ് ഈ ആന്റി വണ്ടിയിൽ നിന്ന് താഴെ വീണതാ. എന്ത് വണ്ടി? സ്കൂട്ടറിൽ നിന്ന് താഴെ വീണു. നമ്മൾ ഓടിക്കുമായിരുന്നോ അല്ലെങ്കിൽ പുറകിലിരിക്കുവായിരുന്നു? നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുഴിക്കകത്ത് വീണു. ഞാൻ വർഷങ്ങൾ കൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന താഴെ കുഴിയിൽ വീണു. എന്നിട്ട് ബാക്കി അങ്ങനെയാണ് തന്നെ നട്ടലിന് ഈ ബൈക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ വീണ് നട്ടലിന് വേദന തുടങ്ങി. അപ്പോൾ ആന്റി പറയുന്നത് 2012 ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ ഈ പ്രോഗ്രാം, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടുപിടിക്കാൻ ബ്രദർ ഈ വിഷയത്തെക്കുറിച്ച്, നടുവിന് വേദനയുള്ളവരെ സൗഖ്യമാക്കുന്നു, യേശു കർത്താവ് സൗഖ്യമാക്കുന്നു പറഞ്ഞു. ആന്റി വിശ്വസിച്ചു. ഇപ്പോൾ ആ നടുവേദന ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കുനിഞ്ഞ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ആന്റി, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ കുനിഞ്ഞ് കണ്ടല്ല, പക്ഷെ ആന്റി അതുപോലെ കുനിഞ്ഞ് കാണിച്ചു. അപ്പൊ വേദനയില്ല. അപ്പൊ ഞാൻ ഇനി പരിശോധിക്കുന്നില്ല. ഓക്കെ. അപ്പോ നട്ടലിന്റെ വേദന മാറി. 2 സാക്ഷ്യങ്ങൾ. രണ്ടാമത്തെ മൈഗ്രെയിൻ. അതിനെന്താ സംഭവിച്ചത്? ഇതുപോലെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം രാവിലെ കണ്ടുകൊണ്ട് കട്ടിലിൽ കിടന്നാണ് കണ്ടുകൊടുന്നത്. അപ്പൊ തലേദിവസം രാത്രി ഛർദിച്ചെല്ലാം അല്ലാതെ ആവശ്യമായി. മൈഗ്രെയിൻ വന്നതുകൊണ്ട് വൊമിറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് വൊമിറ്റ്. അതുകൊണ്ട് കിടന്നുകൊണ്ടാ കണ്ടത്. അപ്പോൾ ബ്രദർ ഇതുപോലെ തലവേദന ഉള്ളവരെ സൗഖ്യമാക്കുന്നു പറഞ്ഞു. ആന്റി പറഞ്ഞ ആ നിമിഷം തന്നെയും താൻ പൂർണ്ണമായി അതിൽ നിന്ന് തലവേദന പൂർണ്ണമായി മാറി. ഇപ്പോൾ തനിക്ക് നട്ടലിന്റെ വേദന. അപ്പൊ ഈ സൗഖ്യം ലഭിച്ചതും ജനുവരിയിലാണ്. മൈഗ്രെയിൻ സൗഖ്യം കിട്ടിയത് എപ്പോഴായിരിക്കും? ഏത് മാസമായിരിക്കും? ഡിസംബറിലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ. ആ ഡിസംബറിന് ശേഷം ഇങ്ങോട്ട് മൈഗ്രെയിൻ വന്നിട്ടില്ല. ഇല്ല, ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഈ നിമിഷം വരെ പിന്നെ മൈഗ്രെയിൻ വന്നിട്ടില്ല. ഛർദിച്ചിട്ടില്ല. മൈഗ്രെയിൻ വന്നിട്ടുമില്ല. എവിടെ പോയി? സാക്ഷ്യം എന്റെ കടയിലിരുന്നും എന്റെ ആൾക്കാരോടെല്ലാം ഞാൻ ഈ സാക്ഷ്യം പറയും. എന്ത് കടയാണ്? എനിക്ക് തയ്യൽ കടയാണ്. തയ്യൽ കടയുണ്ട്. ഏത് രാജ്യത്താണ്? പത്തനംതിട്ട.
പത്തനംതിട്ടയിൽ തയ്യൽക്കട, അവിടെ ഇരുന്നോണ്ട് ഈ സാക്ഷി എല്ലാവരോടും പറഞ്ഞു. എന്താ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ. എനിക്ക് ഇന്നതുപോലെ മൈഗ്രെയിൻ അസുഖമായിരുന്നു, ഛർദിക്കുമായിരുന്നെന്നും ഞാൻ എനിക്ക് എന്റെ യേശു കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, ബ്ലെസ്സിംഗ് ടുഡേ കണ്ടാണെന്നും അതിൽ നിന്നാണ് എനിക്ക് സൗഖ്യം കിട്ടിയെന്നും എന്ന് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ ഈ വിവരങ്ങളെല്ലാം പറയും. ഞാൻ അതൊരു സാക്ഷിയായിട്ട് ഞാൻ പറയും. കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, കർത്താവേ ഞങ്ങൾ ഈ സൗഖ്യത്തിനായി നന്ദി പറയുന്നു, ലഭിച്ച 2 സൗഖ്യത്തിനുമായി നന്ദി. ഇവളുടെ നാവ് കൊണ്ട് ഇനിയും ആയിരങ്ങളോട് യേശുവിന്റെ സാക്ഷ്യം പ്രസ്താവിക്കട്ടെ, അതിലൂടെ അനേകർ വിശ്വസിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ആന്റി. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് ഇത് കാണുകയാണെങ്കിലും ആ ഗോഡ് ഈസ് ആൻ ഓംനി പ്രസന്റ് ഗോഡ്. എല്ലായിടത്തും ഉള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള സന്ദേശം നിങ്ങൾ കേട്ടു. ദൈവത്തിൻ്റെ കൃപയാൽ നടക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് എന്നതിൻ്റെ സാമ്പിൾ നിങ്ങൾ കണ്ടു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഒരു വലിയ കൃപ, ദൈവത്തിൻ്റെ ഗ്രേസ് നിങ്ങളെയും തേടി നിൽക്കുകയാണ്. രോഗസൗഖ്യമാണോ, മാനസിക പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലാണോ, എന്തിനും ദൈവത്തിൻ്റെ കൃപ അവൈലബിളാണ്. നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമാറാകണമേ. ഗൗതം എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് അറിയുന്നു. വലിയ വിടുതൽ കർത്താവ് നിങ്ങൾക്ക് ഇന്ന് നൽകുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ യേശു കർത്താവ് അതിൻ്റെ കുരുക്കുകൾ അഴിച്ച് വിടുതലുകൾ നൽകുന്ന ദിവസമത്രേ. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികൾ ദ്രവിച്ചു പോകുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പരാജയ ബോധത്തിൽ ജീവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് തൻ്റെ കൃപയാൽ ഈ സമയത്ത് ഉയർത്തുകയാണ്. ആ പരാജയത്തിൽ നിന്ന് ഉയർത്തി സകലത്തിലും ജയോത്സവമായി നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ ഇപ്പോൾ അവാച്യമായ അവർണ്ണനീയമായ ദൈവത്തിൻ്റെ സമാധാനം വന്ന് നിറയട്ടെ. താങ്ക് യു ഫാദർ. ഹിയറിംഗ് പ്രോബ്ലമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഹിയറിംഗ് പ്രോബ്ലം മാറിപ്പോകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. കർത്താവെ, തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയുടെ അകത്ത് വ്രണങ്ങൾ വന്ന്, എനിക്ക് തോന്നുന്നു ത്രോട്ട് ക്യാൻസർ പോലെ എന്തോ വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുടലിൻ്റെ അകത്ത് ക്യാൻസർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായൊരു വിടുതലും സൗഖ്യവും ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കൈമുട്ടുകളിൽ ഒരു സൗഖ്യം നടക്കുന്നത് ഞാൻ കാണുന്നു. കൈമുട്ടിൽ ഭയങ്കരമായൊരു സൗഖ്യം നടക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടല് സൗഖ്യമാകട്ടെ. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ, ആന്തരാവയവങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. ജോയിൻ്റ് പെയിൻ മാറിപ്പോകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ബ്ലഡിലെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാദപ്പനി പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഇപ്പോൾ ഉണ്ടാകട്ടെ. മദ്യപാനികളായ ചില വ്യക്തികൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, വിടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഭാര്യമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ. സാമ്പത്തികമായ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് അത് പണിയുവാൻ ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ. താങ്ക് യു ഫാദർ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വത്തുക്കളുടെ അപഹാരം നിമിത്തം പ്രയാസപ്പെടുന്നവർ കർത്താവെ, അവർക്ക് വിടുതലുണ്ടാകട്ടെ. ചിലത് മോഷണം പോയി തിരിച്ചു ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. കർത്താവ് അതിശയകരമായി അവർക്ക് അത് തിരികെ ലഭിക്കട്ടെ. അതുപോലെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ചില വ്യക്തികൾ, തിരികെ വരാത്ത ചില വ്യക്തികൾ, ഭവനത്തിലുള്ള വ്യക്തികളുമായി പിണക്കം ഉണ്ടായിട്ട് വീട്ടിൽ നിന്നും മാറി ഫോൺ ചെയ്യുകയോ കത്തയക്കുകയോ ചെയ്യാതെ അകന്ന് ജീവിക്കുന്ന വ്യക്തികൾ,
മടങ്ങി വരുന്നതായി കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ മടങ്ങി വരട്ടെ. കുടുംബങ്ങൾ സമാധാനത്തിൽ പരസ്പരം ക്ഷമിച്ച് നിരപ്പ് പ്രാപിച്ച് ഒരുമിച്ച് വരട്ടെ. കർത്താവിനെ ഒത്തിരി അതുപോലുള്ള വ്യക്തികളെ കാണിക്കുന്നു. വീട്ടിൽ നിന്ന് അകന്ന് മാറി പല സ്ഥലങ്ങളിൽ പോയി ബന്ധപ്പെടാതെ താമസിക്കുന്നവർ ഒരുമിച്ച് വരുന്നു. അങ്ങനെയുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് കാണുന്നു. പല പേരുകളും കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. സമയക്കുറവ് മൂലം അതിനെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ ഫോൺ ചെയ്യുക, ഇന്ന് തന്നെ തിരിക്കുക, കുടുംബവുമായി ഒരുമിച്ച് വരിക. ദൈവം അവരുടെ അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് ഇന്നത്തെ ഓരോ പ്രേക്ഷകരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി പറയുന്നു, നാളെ നമ്മുടെ അമേസിംഗ് ഗ്രേസ് എന്നുള്ള സന്ദേശം തുടരുന്നതായിരിക്കും. മറന്നു പോകരുത്. ഒരു എപ്പിസോഡ് പോലും കാണാതിരിക്കരുത്. മറ്റുള്ളവരോട് ബ്ലെസ്സിംഗ് ടുഡേ ടീം പ്രോഗ്രാമിനെ കുറിച്ച് തീർച്ചയായും പറയണം. ഗോഡ് ബ്ലെസ് യു. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ന്യായപ്രമാണ പുസ്തകം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? In whose name is the book of law known? Options: A. യേശുവിന്റെ, B. എലീശയുടെ, C. മോശയുടെ, D. യോശുവയുടെ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. നാളത്തെ ബൈബിൾ ആൻഡ് ന്യൂവിലൂടെ നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രയർ എറണാകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറക്കാതെ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 111